സംസ്ഥാനം ലഹരിയുടെ പിടിയിൽ. ഇന്നും വ്യാപക ലഹരിവേട്ട. കരിപ്പൂരിൽ നിന്ന് പിടികൂടിയത് 1.5 കിലോ MDMA. കാസർഗോഡ് ലഹരി മാഫിയയെക്കുറിച്ച് വിവരം നൽകിയതിന് വീട് കയറി ആക്രമിച്ചു. കൊച്ചിയിലും പാലക്കാട്ടും ലഹരിവേട്ട. ലഹരി വ്യാപനത്തിൽ ഗവർണറും ഇടപെടുന്നു. എന്ത് നടപടിയെടുത്തെന്ന് DGP റിപ്പോർട്ട് നൽകണം. ലഹരി ആക്ഷൻ പ്ലാൻ സംബന്ധിച്ച് മുഖ്യമന്ത്രി DGP ചർച്ച ഉടൻ. ക്യാമ്പസുകൾ ലഹരി മുക്തമാക്കാനുള്ള നടപടികൾ ആലോചിക്കാൻ വൈസ് ചാൻസലർമാരുടെ യോഗം ഉടൻ ചേരും. ജാതി വിവേചനത്തിൽ മാറ്റി നിർത്തിയ കഴക ജീവനക്കാരനെ തിരികെ നിയമിക്കും. കൂടൽമാണിക്യ ക്ഷേത്ര ഭരണസമിതിയുടെ തീരുമാനം വിവാദത്തിന് പിന്നാലെ. പ്രതിഷേധിച്ചാൽ തന്ത്രിമാർക്കെതിരെ നടപടിയെന്ന് ദേവസ്വം ചെയർമാൻ. ദേവസ്വം ബോർഡ് വിശദീകരണം നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. തന്ത്രിമാർക്ക് അഹങ്കാരം പാടില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാന സമ്മേളനത്തിന് പിന്നാലെ CPM-ൽ അതൃപ്തരുടെ പടയൊരുക്ക എന്ന് സൂചന. സംസ്ഥാന സമിതിയിലേക്ക് പരിഗണിക്കാത്തതിൽ അമർഷം പരസ്യമാക്കി A. പത്മകുമാർ. പരിഗണന കിട്ടാത്തതിൽ കണ്ണൂരിലെ N. സുകന്യയ്ക്കും പരാതി. അതൃപ്തി സമ്മേളനത്തിൽ തന്നെ അറിയിച്ച് P. ജയരാജനും മേഴ്സിക്കുട്ടിയമ്മയും. ആശാ സമരം പാർലമെന്റിലും. ലോക്സഭയിൽ ഉന്നയിച്ചത് KC വേണുഗോപാലും ശശി തരൂരും. രാജ്യസഭയിൽ ഉന്നയിച്ച് BJP MP രേഖാ ശർമ്മ. സമരം 29ാം ദിവസവും സെക്രട്ടേറിയറ്റിന് മുന്നിൽ.